അപ്പോൾ അവർ ഈ നായയെ വളർത്തി എന്നുള്ളത് നമ്മൾ കാണണം. ഇത്രയും ദിവസം അവന് ഭക്ഷണം കൊടുത്തല്ലോ. എന്നാൽ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടും കാണണം. ഇത് തെരുവ് നായ്ക്കളായിരുന്നു. അങ്ങനെ എന്തോ അതിനോടൊരു പ്രത്യേക താല്പര്യം തോന്നി ഒരു പോലീസ് ഉദ്യോഗസ്ഥ ആദ്യം ഒന്നിനെ വളർത്തി, രണ്ടിനെ വളർത്തി, പിന്നീട് അതിപ്പോൾ ഒരു 10-70 അതിവിടെ സമീപത്തുള്ള ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ള വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടു. കംപ്ലയിൻറ്റ് നേരത്തെ 2024 തന്നെ കംപ്ലയിൻറ്റ് കോർപ്പറേഷനിൽ കൊടുത്തിട്ടുണ്ടെന്നാണ് ഇവിടുത്തെ ഇപ്പോൾ തൊട്ടടുത്തുള്ള വീട്ടുകാർ പറയുന്നത്. അപ്പോൾ ഞങ്ങൾ അന്ന് തന്നെ ഇവിടുത്തെ കൗൺസിലർ, LDFൻ്റെ കൗൺസിലറാണ് ഇവിടെ ഉള്ളത്, കൗൺസിലറോട് ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ മാറ്റാമെന്ന് പറഞ്ഞു. ഇന്നലെ കൊണ്ട് നമുക്ക് നമ്മുടെ പക്കലുണ്ടായിരുന്ന 50 നായ്ക്കളെ ഷെൽട്ടറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അവിടെ സ്ഥലം ഒഴിഞ്ഞു. ഇത് എവിടേക്കാണ് മാറ്റുന്നത്? ഷെൽട്ടറോട് പോവാറ് ഇപ്പം നമ്മുടെ ഇപ്പം നേരെ ഇതിനെ മാറ്റുന്നത് വണ്ടിത്തടത്തുള്ള ABC സെൻറ്റർ, കോർപ്പറേഷൻ്റെ ABC സെൻറ്ററിലേക്കാണ്. അവിടെ കൊണ്ടുപോയി ABC ചെയ്ത് വാക്സിൻ കൊടുത്ത് ഒരാഴ്ചത്തെ നിരീക്ഷണം കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഷെൽട്ടറിലേക്ക് ഞങ്ങൾ മാറ്റും. 50 എണ്ണത്തിനെ വളരെ നല്ല രീതിയിൽ ഷെൽട്ടറിലേക്ക് ഇന്നലെ മാറ്റിയിട്ടുണ്ട്. ഇനി ഷെൽട്ടറിന് വേണ്ടി ഒരു 7 ഏക്കർ സ്ഥലം ഒരാളുമായി സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതാകുന്നതോടുകൂടി നമുക്കൊരു 3000 നായ്കളെ ഇതുപോലെ പാർപ്പിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായി. ഒരു പുനരധിവാസം പോലെ തന്നെയാണ് അവർ. തീർച്ചയായിട്ടും നമ്മുടെ കോർപ്പറേഷനിലൂടെ ഒരു 8500 നായ്ക്കളാണല്ലോ. അതിനെല്ലാം തന്നെ എല്ലാ മാനദണ്ഡങ്ങളും അനുസരിച്ച് ഷെൽട്ടറിൽ പാർപ്പിക്കാനുള്ള നടപടികളിലേക്ക് ഞങ്ങൾ പോകുന്നത്. തീർച്ചയായിട്ടും ആളുടെ കുറ്റവാളികൾ എല്ലാ ദുർഗന്ധ ഈ പ്രദേശത്തുണ്ട്. വീട്ടുകാരെയൊക്കെ സ്വാഭാവികമായിട്ടും അവരുടെ പരാതി തീർച്ചയായും ഇത് വർഷങ്ങളായി. 2024 തന്നെ കോർപ്പറേഷനിൽ കംപ്ലയിൻറ്റ് കിട്ടിയെന്നാണ് പറയുന്നത്. ഞങ്ങളുടെ അടഞ്ഞിട്ട് 2 ആഴ്ചയാണ് ആയത്. 26-ാം തീയതി ഭരണസമിതി വന്ന് 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത്. ഇപ്പോൾ കാട്ടായിക്കോണം വാർഡ് കൗൺസിലറാണ് നിൽക്കുന്നത്. അവരുടെ ജനങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അപ്പോൾ തന്നെ ഞാൻ വാർഡ് കൗൺസിലറെ വിളിച്ചിരുന്നു. ഒരാഴ്ചയ്ക്കകം ജനുവരി 30-ന് മുമ്പ്, ജനുവരി അവസാനത്തിന് മുമ്പ് മാറ്റുമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഇന്ന് ഞങ്ങൾ പരമാവധി നായ്ക്കളെ മാറ്റി എത്രയും പെട്ടെന്ന് തന്നെ മാറ്റി വീടൊക്കെ ശുചീകരിച്ച് അവർക്ക് നന്നായിട്ട് താമസിക്കാനുള്ള യോഗ്യമാകും. കൂടെ തന്നെ താമസിക്കുന്നു അല്ലേ? അവർക്കത് ഒരു ശീലമായതുകൊണ്ട് ബുദ്ധിമുട്ട് വന്നില്ല. പക്ഷേ മറ്റുള്ളവർക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അവർ ഈ നായയെ വളർത്തി എന്നുള്ളത് നമ്മൾ കാണണം. ഇത്രയും ദിവസം അവന് ഭക്ഷണം കൊടുത്തല്ലോ. എന്നാൽ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടും കാണണം. തീർച്ചയായിട്ടും ഒരു ഭരണസമിതി ഇതൊക്കെ അഡ്രസ്സ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ അടിയന്തര പ്രാധാന്യത്തോടെ കൗൺസിലറും ഇവിടുത്തെ നാട്ടുകാരൊക്കെ ചേർന്ന് ഞങ്ങൾ പരിഹരിക്കുകയാണ്.